ഹലോ ചങ്ങായിമാരെ, സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുകുന്ദപുരത്താണ്. ഇരിങ്ങാലക്കുട മുകുന്ദപുരം താലൂക്കിലെ മുകുന്ദപുരം മണപ്പുറം സ്കൂളിലാണ് വന്നിരിക്കുന്നത്. വളരെ അടിപൊളി അറ്റ്മോസ്ഫിയർ അവിടെ. കുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനും വളരെ നല്ല അനുയോജ്യമായൊരു സ്ഥലം. വരൂ, നമുക്കുള്ളിലേക്ക് പോകാം. ഹലോ ചങ്ങായിമാരെ, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നെ പരിചയപ്പെടുത്താനാണ്. എൻ്റെ ജോലി എന്താണെന്ന് പരിചയപ്പെടുത്താനാണ്. എൻ്റെ പേര് ജീതൻ, തൃശ്ശൂരാണ് വീട്. എൻ്റെ പ്രൊഫഷൻ ഡിജിറ്റൽ ലാൻഡ് സർവേ ആണ്. അതായത് ടോട്ടൽ സെഷൻ GPS എന്ന മെഷീനറി ഉപയോഗിച്ച് ഭൂമി അളക്കുന്ന പരിപാടിയാണ് എൻ്റെ ജോലി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുകുന്ദപുരം താലൂക്കിലെ മുകുന്ദപുരം സ്കൂളിലേക്കാണ്. ഇത് കോണ്ടൂർ സർവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവരാണ് എൻ്റെ സഹപ്രവർത്തകർ. ഏത് സമയത്താണെങ്കിലും എവിടെയാണെങ്കിലും ഒരു മടി കൂടാതെ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള എൻ്റെ ആത്മാർത്ഥ മിത്രങ്ങൾ. ഇപ്പോൾ നമ്മൾ റോഡിലെ ടോട്ടൽ സ്റ്റേഷൻ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ അതോടൊപ്പം തന്നെ DGPSും ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. DGPS എന്ന് പറയുന്നത് സാറ്റലൈറ്റ് മുഖാന്തരമാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ DGPSൻ്റെ ബേസ് സാറ്റലൈറ്റായിട്ട് കണക്ട് ചെയ്യുന്ന മെഷീനാണ് ബേസ് എന്ന് പറയുക. അത് നമ്മൾ കുറച്ച് ഉയരങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യത കൂടും. അപ്പോൾ അത് ഉയരങ്ങളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സ്കൂളിൻ്റെ ഒരു ബിൽഡിങ്ങിൽ ഏറ്റവും മുകളിൽ ടെറസിൽ നമ്മൾ കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. 2010 ജൂലൈയിലാണ് ഞാൻ സർവേ പഠിച്ചിറങ്ങുന്നത്. അതിനുശേഷം എറണാകുളത്തും ചാലക്കുടിയിലുമായി 2 കമ്പനികളിൽ വർക്ക് ചെയ്തു. അതിനുശേഷം 2013 ഞാൻ തീർത്ത സർവേഴ്സ് എന്ന പേരിൽ സർവേ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും അത് നടത്തിക്കൊണ്ട് വരുന്നു. DGPS എന്ന ഈ മെഷീനറി വർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ടോട്ടൽ സ്റ്റേഷനാണ്. ടോട്ടൽ സ്റ്റേഷൻ മാൻ പവർ കൂടുതലായിരിക്കും, സമയം കൂടുതലായിരിക്കും. എന്നിരുന്നാൽ കൂടി കൃത്യത വളരെ ഉറപ്പാണ്. DGPSൽ വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളത് സെറ്റ് ചെയ്ത് പല ഡീറ്റെയിൽ എടുത്ത് നോക്കുമ്പോഴും ഇടയ്ക്ക് വ്യത്യാസങ്ങൾ കാണിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ സൈറ്റിൽ DGPS ഉപയോഗിക്കുന്നത് ലെവലെടുക്കാൻ മാത്രമാണ്. അതായത് ഭൂമിയുടെ ഉയർച്ച മാത്രം ആണ് DGPS ഉപയോഗിച്ച് എടുക്കുന്നത്. ബാക്കിയെല്ലാം മാൻ പവർ വെച്ചുകൊണ്ട് ടോട്ടൽ സ്റ്റേഷൻ വെച്ച് ചെയ്യുകയാണ്. ടോട്ടൽ സ്റ്റേഷൻ്റെ പ്രവർത്തനം വരുന്നത് ലേസർ മുഖാന്തരമാണ്. അതായത് മെഷീൻ സെറ്റ് ചെയ്ത് ആ റെഡ് കളർ കാണുന്ന റിഫ്ലക്ടർ, അതിന് പ്രിസം വിത്ത് പോൾ എന്ന് പറയും. ആ സാധനം പോയി പിടിക്കുന്ന സ്ഥലങ്ങളിൽ ലേസർ പോയി ടച്ച് ചെയ്ത് പോയിന്റുകൾ കിട്ടും. ഈ പോയിന്റുകൾ നമ്മൾ ഓട്ടോകാഡിലിട്ട് കൂട്ടി വരച്ച് ഡ്രോയിങ് ഭംഗിയാക്കി എടുക്കുകയാണ് ചെയ്യൽ. ഇതാണ് എനിക്ക് ഒന്നുകൂടി വളരെ കൃത്യമായിട്ട് തോന്നുന്നത്. എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ തന്നെ അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. DGPSൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഡാറ്റാസ് എടുക്കുമ്പോൾ വളരെ വേഗത്തിൽ ലെവലെടുക്കാനും ഒരുപാട് സമയ ലാഭം DGPSനുണ്ട്. ബാക്കി ഈ ബിൽഡിങ്ങുകളും ഷെയ്ഡുകളുടെ ഇടയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഈ കാണുന്ന പുതിയ കെട്ടിടം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളന്ന് സർവേ ചെയ്ത് സെറ്റ് ഔട്ട് ചെയ്ത് അവിടെ മാർക്ക് ചെയ്ത് വന്നതാണ്. ഈ ടോട്ടൽ സ്റ്റേഷനിൽ നിന്ന് സർവേ ചെയ്യുമ്പോൾ ഏകദേശം 5 കിലോമീറ്റർ വരെ ഒബ്സ്റ്റക്കിൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർവേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവിടെ മരത്തിൻ്റെ പൊസിഷൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ഒപ്പം ആ ടൈൽ ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. കെട്ടിടം അടയാളപ്പെടുത്തുന്നുണ്ട്. അവിടെ ഒരു മരം അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ഓരോ പോയിന്റുകളായിട്ടാണ് നമുക്ക് ഓട്ടോകാഡിലേക്ക് ഔട്ട്പുട്ട് കിട്ടുക. ജീതൻ എന്നെ തീർത്തെന്ന ബാനറിൽ കഴിഞ്ഞ 13 വർഷമായി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു.